ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജിദാസ് ക്രിയേഷൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു കിഡിലൻ സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ആണ് കാണിക്കുന്നത്. ഈ ഒരു സ്കേർട്ട് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ടൊരു സ്കേർട്ട് മാത്രമല്ല, വിത്ത് പാൻറ്റാണ്. ഒരു ഇലാസ്റ്റിക് ബാൻഡിൽ തന്നെ ജോയിൻ്റ് ചെയ്തിട്ടുള്ള പാൻറ്റും അതുപോലെ സ്കേർട്ടും ആണ്. നമുക്കിനി ലെഗിൻസോ അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു പാൻറ്റൊന്നും അന്വേഷിക്കേണ്ട, ഒറ്റയടിക്ക് നമുക്കിത് അങ്ങ് വെയർ ചെയ്യാൻ പറ്റും. പാൻറ്റും ടോപ്പും മിക്സ് ആയിട്ട് ചെയ്തതാണ് കേട്ടോ. ഇത് പാർട്ട് 2 ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മളിത് ഈ ഒരു ടോപ്പും അതുപോലെ തന്നെ ഓവർകോട്ടിൻ്റെയും സ്റ്റിച്ചിങ് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്കേർട്ടും പാൻറ്റും കാണിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ തൊട്ട് മുകളിൽ കാണുന്ന ഐക്കണിൽ ഒന്ന് പ്രസ് ചെയ്താലും മതി കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ സ്കേർട്ട് വിത്ത് പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ. നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ പ്രിൻറ്റഡ് ക്ലോത്തും അതുപോലെ തന്നെ പ്ലെയിൻ ക്ലോത്തും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാൻ ക്ലോത്തിനെ 4 ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ആവശ്യമുള്ള നീളത്തിലും വീതിക്കുമാണ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണ് നീളവും വീതിയും എടുത്തിരിക്കുന്നത് എന്ന് ഒരു പാൻറ്റിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് നോക്കാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാ അളവിലുള്ള കുട്ടികൾക്കും ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന ഇറക്കവും വീതിയും ഒക്കെയുള്ള ഒരു പാൻറ്റ് എടുക്കാം. എന്നിട്ട് ഇതാ ഇവിടുന്ന് നേരെ താഴ്വശത്തേക്ക് എത്രയാണോ ഇറക്കം വരുന്നത് അതെടുക്കാം. എനിക്ക് 16 ഇഞ്ചാണ് കേട്ടോ കിട്ടിയത്. ആ 16 ഇഞ്ചിൻ്റെ കൂടെ നമുക്ക് തയ്യൽ തുമ്പ് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ തയ്യൽ തുമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്ട്രാ 2.5 ഇഞ്ചാണ് കൂട്ടുന്നത്. താഴ്വശം ഫോൾഡ് ചെയ്യാൻ 2 ഇഞ്ച് വേണം. അപ്പോൾ നമുക്ക് 18 ഇഞ്ച് കിട്ടും. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂടി എക്സ്ട്രാ നമ്മൾ എടുക്കുന്നുണ്ട്. മുകൾ വശം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഇലാസ്റ്റിക് ബാൻഡുമായിട്ട് ജോയിൻറ്റ് ചെയ്യാനാണ് 1/2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നത്. അതായത് നിങ്ങൾക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അതിൻ്റെ കൂടെ 2.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടുക. അത്രയും നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുള്ളൂ. ഈ ഒരു പാൻറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് 4 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉള്ള അളവിലാണ്. ഇനി നമ്മളിതിൽ മുകൾ വശത്ത് ഇലാസ്റ്റിക് ബാൻഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം ഇറക്കത്തിൽ നിന്നും ഈ ഇലാസ്റ്റിക് ബാൻഡിൻ്റെ ഇറക്കം ഒന്ന് കുറയ്ക്കണം. എനിക്ക് 18.5 ഇഞ്ചാണല്ലോ ടോട്ടൽ കിട്ടിയിരിക്കുന്നത്. അതിൽ നിന്നും ഇലാസ്റ്റിക് ബാൻഡിൻ്റെ വീതി എത്രയാണ് വരുന്നത് എന്ന് നോക്കാം. 1.5 ഇഞ്ച്. അപ്പോൾ ഈ 18.5 ഇഞ്ചിൽ നിന്നും 1.5 ഇഞ്ച് നമ്മൾ കുറച്ചിട്ട് വേണം ഇറക്കം എടുക്കാൻ. അതായത് നിങ്ങൾക്ക് കിട്ടിയ ഇറക്കത്തിൽ നിന്നും ഇലാസ്റ്റിക് ബാൻഡിൻ്റെ ഇറക്കം കുറച്ചിട്ട് വേണം ക്ലോത്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 17 ഇഞ്ചാണ് എനിക്ക് കിട്ടുന്നത്. കണ്ടോ, ഇതുപോലെ നേരെ താഴ്വശത്തേക്ക് 17 ഇഞ്ചാണ് എടുക്കേണ്ടത്. പക്ഷെ ഞാൻ അളവെടുത്ത പാൻറ്റ് മോൾക്ക് കുറച്ച് ഇറക്കം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടി ഇറക്കം കൂട്ടുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അത് നോക്കി കൃത്യമായിട്ടുള്ള ഇറക്കം എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഫുള്ളായിട്ടുള്ള ലെങ്ത് അല്ല ഞാൻ എടുക്കുന്നത്. ഒരു 3/4 പാൻറ്റിൻ്റെ ഒരളവായിട്ടാണ് ഈ ഒരു പാൻറ്റ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് വീതി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു പാൻറ്റ് എടുക്കാം. എന്നിട്ട് അതിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള വീതിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. 10 ഇഞ്ചാണ് വരുന്നത്. ഈ 10 ഇഞ്ചിൻ്റെ നേർപകുതിയാണ് എനിക്കിവിടെ വേണ്ടത്. കാരണം ക്ലോത്ത് 4 ഫോൾഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു സൈഡിൻ്റെ അളവ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നേർപകുതിയാണ് എടുക്കേണ്ടത്. 5 ഇഞ്ചാണ് വരുന്നത്. ഈ 5 ഇഞ്ച് നമ്മൾ ഡയറക്റ്റ് ക്ലോത്തിലേക്ക് മാർക്ക് ല്ല ചെയ്യുന്നത്. നമുക്ക് അത്യാവശ്യം കുറച്ച് തയ്യൽ തുമ്പൊക്കെ വേണം. അപ്പോൾ നമുക്ക് കിട്ടിയ ഈ അളവിൻ്റെ കൂടെ 2.5 ഇഞ്ച് നിങ്ങൾ എക്സ്ട്രാ കൂട്ടിയിട്ട് വേണം മാർക്ക് ചെയ്തെടുക്കാൻ. അതായത് നിങ്ങൾക്ക് എത്രയാണോ ഇതിൻ്റെ അരവണ്ണം കിട്ടിയത് അതിൻ്റെ പകുതി എടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ 2.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൂട്ടിയിട്ട് വേണം ഇവിടെ നമ്മൾ അളവ് മാർക്ക് ചെയ്തെടുക്കാൻ. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു 7.5 ഇഞ്ച് കറക്റ്റായിട്ട് ക്ലോത്തിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നമ്മളിവിടെ ഇത് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രോച്ചാണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. ക്രോച്ച് എന്ന് പറയുമ്പോൾ നമുക്കിതാ ഈ ഒരു ഷേപ്പ് വരുന്ന ഭാഗമില്ലേ, ഈ ഒരു ഭാഗമാണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇലാസ്റ്റിക് ബാൻഡ് വിട്ടിട്ടാണ് അളവെടുക്കുന്നത്. ഇനി നിങ്ങൾ മുഴുവനായും അളവെടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇലാസ്റ്റിക് ബാൻഡിൻ്റെ 1.5 ഇഞ്ച് കുറച്ചിട്ട് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാനിവിടെ 6 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ എനിക്ക് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി വേണം. അപ്പോൾ ആ 1.5 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് വേണം നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് 7.5 ഇഞ്ചാണ് കിട്ടുന്നത്. ആ 7.5 ഇഞ്ച് കൃത്യമായിട്ട് ഞാനിത് ഇവിടെ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ ഒരു വീതിയുടെ
സൈഡിൽ നിന്നും നേരെ താഴേക്കാണ് 7.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു ബോക്സ് ആക്കി എടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ വീതി ഒന്ന് മാർക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ ഈ വീതി മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റിൽ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ആ ക്രോച്ചിൻ്റെ പോയിന്റിൽ നിന്നും 2 ഇഞ്ച് ഉള്ളിലോട്ട് എടുത്തിട്ട് വേണം മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എക്സ്ട്രാ നമ്മൾ എടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തൊരു ബോക്സ് ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കൈക്കുഴിയൊക്കെ ഷേപ്പ് ചെയ്യുന്നത് പോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് കാലിൻ്റെ പോർഷൻ വരുന്ന ഭാഗത്തിൻ്റെ വീതിയാണ് എടുക്കേണ്ടത്. ഇത് മോൾക്ക് ഭയങ്കര ലൂസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈറ്റിലെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മോളുടെ ദേഹത്തിൽ നിന്നും ഇതുപോലെ കറക്റ്റായിട്ട് കാലിൻ്റെ അളവാണ് എടുത്തിരിക്കുന്നത്. ആ കിട്ടിയ അളവിൻ്റെ നേർപകുതി എടുത്തിട്ട് അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്തിട്ടാണ് ക്ലോത്തിലേക്ക് മാർക്ക് ചെയ്യുന്നത്. ഇനി പാൻറ്റിൽ നിന്ന് തന്നെ അളവെടുക്കുകയാണെങ്കിൽ ഇതുപോലെ ആ ഒരു വശത്തെ വീതിയും അതിൻ്റെ താഴ്വശത്തെ വീതിയും എടുത്തിട്ട് മാർക്ക് ചെയ്യുക കേട്ടോ. ഇപ്പം ഞാനിവിടെ എനിക്ക് കിട്ടിയ അളവിൻ്റെ പകുതി എടുത്തിട്ട് അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്തിട്ട് 7.5 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ തൊട്ട് താഴ്വശത്തെയുള്ള അളവെടുത്തിട്ട് അതും അതുപോലെ മാർക്ക് ചെയ്യാം. കണ്ടോ, ഇതുപോലെ ഞാനിവിടെ ഒരു 6 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു കാലിന് ചുറ്റി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ എടുക്കുന്നത്. ഒത്തിരി വീതിയൊന്നും ഇല്ല കേട്ടോ. ഇനി ഏറ്റവും താഴ്വശത്തെ വീതിയും ഇതുപോലെ വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പാൻറ്റിൽ നിന്നും ഉണ്ടെങ്കിൽ അങ്ങനെ അളവെടുക്കാം. അല്ല കാലിൽ നിന്നും ഡയറക്റ്റ് എവിടെയാണോ പാൻറ്റ് വരുന്നത് ആ ഒരു ഭാഗത്തെ അളവും എടുത്ത് അതിൻ്റെ നേർപകുതിയും പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്യണം. പാൻറ്റിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്കിത് ഇതുപോലെ കറക്റ്റായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിൽ വേറെ മാർക്കിംഗ് ഒന്നും ചെയ്യാനില്ല. ഇത് ഡയറക്റ്റ് നമുക്കങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിത് കൃത്യമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക് ബാൻഡ് വെക്കാനുള്ള ക്ലോത്ത് കട്ട് ചെയ്യണം. അത് ഒന്നിച്ച് നമുക്ക് സ്കേർട്ടിനും പാൻറ്റിനും കൂടി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്കേർട്ടിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു സ്കേർട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുട്ടിയുടെ ദേഹത്തിൽ നിന്നും ഇറക്കം എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പാൻറ്റിൽ നിന്ന് എങ്ങനെയായാലും ഇറക്കം മാത്രം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്കേർട്ടിൻ്റെ ഏറ്റവും മുകളിൽ നിന്നും താഴ്വശം വരെയുള്ള ഇറക്കമാണ് എടുക്കുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് താഴ്വശം ഫോൾഡ് ചെയ്യാൻ 1 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കുക. അതുപോലെ തന്നെ മുകളിൽ ഇലാസ്റ്റിക് ബാൻഡ് ജോയിൻറ്റ് ചെയ്യാൻ 1/2 ഇഞ്ചും. അപ്പോൾ ടോട്ടൽ 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ആകെ എത്രയാണോ ഇറക്കം വേണ്ടത് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടുക. എന്നിട്ട് മുകളിൽ നമ്മൾ വെക്കുന്ന ഇലാസ്റ്റിക് ബാൻഡില്ലേ ആ ഇലാസ്റ്റിക് ബാൻഡിൻ്റെ വീതി ഒന്ന് കുറച്ച് കൊടുക്കുക, നമ്മൾ പാൻറ്റിന് ചെയ്തതുപോലെ തന്നെ. അപ്പോൾ ടോട്ടൽ 1.5 ഇഞ്ച് നമ്മൾ ഇലാസ്റ്റിക് ബാൻഡിൻ്റെ വീതിയും കുറയ്ക്കേണ്ടതുണ്ട്. അതായത് നിങ്ങൾക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടുക. അതിനുശേഷം നിങ്ങളെടുത്ത ഇലാസ്റ്റിക് ബാൻഡിൻ്റെ വീതി എത്രയാണോ അത് കുറച്ചിട്ട് കിട്ടുന്ന ഇറക്കം വേണം നിങ്ങൾ സ്കേർട്ടിന് വേണ്ടി എടുക്കാൻ. ഞാനിപ്പോൾ ഇവിടെ ഒത്തിരി ഇറക്കം എടുക്കുന്നില്ല. ഇതിൻ്റെ ഇറക്കം കുറച്ചിട്ടാണ് എടുക്കുന്നത്. ഈ ഒരു സ്കേർട്ടിന് നല്ല ഇറക്കം ഉണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവില്ല, കാരണം പാൻറ്റും കൂടി വരുന്നതല്ലേ. അപ്പോൾ ഇവിടെ പ്രിൻറ്റഡ് ക്ലോത്തിലാണ് സ്കേർട്ടിന് വേണ്ടി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പം ഇവിടെ ഇറക്കം എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സെയിം മെത്തേഡിലാണ് ഇതിൻ്റെ അളവുകളൊക്കെ എടുത്തിരിക്കുന്നത്. 13 ഇഞ്ചാണ് ഇറക്കം എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിന് എത്രത്തോളം വീതി വേണ്ടത് എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത ആ ഒരു പാൻറ്റ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഏറ്റവും മുകൾ വശത്ത് വരുന്ന വീതിയിൽ ആ വീതിക്കനുസരിച്ചാണ് നമ്മൾ സ്കേർട്ടിൻ്റെ വീതി തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതുപോലെ വീതി അളന്നെടുക്കാം. 15 ഇഞ്ചാണ്. ഇതൊരു പോർഷൻ മാത്രമാണ്. 2 പോർഷനും കൂടി വരുമ്പോൾ നമുക്ക് 30 ഇഞ്ച് വരും. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ചുറ്റളവും തയ്യൽ തുമ്പ് അടക്കം 30 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. ഈ 30 ഇഞ്ചിൻ്റെ 3 ഇരട്ടി വേണം നമ്മൾ ക്ലോത്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അതായത് 30 × 3 എത്രയാണോ കിട്ടുന്നത് അതെടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 30ൻ്റെ 3 ഇരട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് 90 ഇഞ്ചോളം വരും കേട്ടോ ക്ലോത്ത്. അപ്പോൾ ആ 90 ഇഞ്ച് വീതിക്ക് വേണം നമ്മൾ ക്ലോത്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 2 മീറ്ററാണ് പ്രിൻറ്റഡ് ക്ലോത്ത് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 90 ഇഞ്ച് ഒറ്റ കട്ടിൽ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ആ പ്രിൻറ്റഡ് ക്ലോത്ത് 2 പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഫ്രില്ലിടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് പ്രിൻറ്റഡ് ക്ലോത്ത് നോക്കാം അല്ലേ, നമ്മൾ എങ്ങനെയാണ് എടുത്തിരിക്കുന്നത് കട്ട് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ. കണ്ടോ, ഇപ്പോൾ ഞാനിവിടെ 2 പീസായിട്ടാണ് പ്രിൻറ്റഡ് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എനിക്ക് ആ 90 ഇഞ്ച് വീതി കിട്ടണമെങ്കിൽ 2 പീസായി കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ. എന്നിട്ട് ഇതിനെ ഇതുപോലെ നല്ല വശം വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ മറ്റേ പീസിൻ്റെയും നല്ല വശം വെച്ചിട്ട് നമുക്കിത് ആ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക.
അങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് നീളത്തിൽ ക്ലോത്ത് കിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻറ്റ് പീസ് നമ്മൾ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഏറ്റവും താഴ്വശം നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതുണ്ട്. 2 ഇഞ്ചാണ് ഇവിടെ തയ്യൽ തുമ്പ് വിട്ടിരിക്കുന്നത്. അതിനനുസരിച്ച് ആദ്യം 1/2 ഇഞ്ചും പിന്നെ 1.5 ഇഞ്ചും ഫോൾഡ് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ക്രോച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണ്ടോ 2 ഭാഗവും നല്ല വശം ഒന്നിനു മുകളിൽ ഒന്നായി വരുന്ന വിധം വെച്ചിട്ട് 2 സൈഡിലും 1/2 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ 2 കാലും സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിൻ്റെ കാലിൻ്റെ ഭാഗമില്ല ആ ഒരു സൈഡ് 1 ഇഞ്ച് വിട്ടിട്ട് മുഴുവനായും നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാൻറ്റ് മാറ്റി വെക്കാം. അതിനുശേഷം സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പീസ് എടുത്ത് വെക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ നമുക്ക് സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് കൂട്ടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫ്രിൽ എഫക്റ്റ് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. വളരെ വീതി കൂടിയ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വലിച്ചിട്ട് ഇതുപോലെ ഫ്രില്ലിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതാ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് വലിച്ച് ഫ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് വരുന്ന ആ ഒരു നൂലില്ലേ, ആ നൂല് കറക്റ്റായിട്ട് എടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വലിക്കുക എന്ന് പറയുമ്പോൾ വളരെ സാവധാനത്തിൽ പതുക്കെ മൂവ് ചെയ്ത് വലിച്ചിട്ട് ഒരു ഫ്രിൽ എഫക്റ്റ് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക കേട്ടോ. നൂല് പൊട്ടാതെ ശ്രദ്ധിക്കണം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ ഫ്രില്ലിട്ടിട്ട് എടുക്കുന്ന ആ ഒരു എഫക്റ്റ് കൊണ്ടുവരാൻ പറ്റും. കണ്ടോ നമ്മളിപ്പോൾ ഇത് കറക്റ്റായിട്ട് ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഏറ്റവും താഴ്വശം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ ഞാനിവിടെ ഓവർലോക്ക് ചെയ്യാണ് ചെയ്തത്. ഇനി നമുക്കിത് ഇതിൻ്റെ ഒരു സൈഡില്ലേ ബാലൻസ് വരുന്ന ആ ഒരു സൈഡ് 2ഉം സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നല്ല വശങ്ങൾ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു റൗണ്ട് ഫിനിഷിങ്ങിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ പാൻറ്റ് വെച്ച് കൊടുക്കണം. കണ്ടോ ഇതാണ് നമ്മുടെ പാൻറ്റ്. ആ പാൻറ്റ് നമുക്ക് ഈ ഒരു സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. പാൻറ്റിൻ്റെ നല്ല വശമായിരിക്കണം വരേണ്ടത്. കണ്ടോ എന്നിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ വെക്കുക. വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അതിന് ശേഷം നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്കേർട്ടിൻ്റെ മോശം വശവും പാൻറ്റിൻ്റെ നല്ല വശവുമാണ് വരേണ്ടത്. എന്നിട്ട് ഇതാ കറക്റ്റായിട്ട് നമുക്കിതിൻ്റെ റൗണ്ട് മുഴുവനായും പതുക്കെ മൂവ് ചെയ്ത് ആ ഫ്രിൽ എഫക്റ്റൊക്കെ കറക്റ്റായിട്ട് എല്ലായിടത്തും ഒരുപോലെ വരുന്ന വിധം സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ നമ്മളിപ്പോൾ കറക്റ്റായിട്ട് മുഴുവനായും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ബാലൻസ് വരുന്നത് ഇലാസ്റ്റിക് ബാൻഡ് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇലാസ്റ്റിക് ബാൻഡ് വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ നമ്മളിപ്പോൾ കറക്റ്റായിട്ട് ഇവിടെ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളവും വീതിയും എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. നമ്മൾ ഈ കട്ട് ചെയ്ത ക്ലോത്തിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് ഇതുപോലെ വെക്കാം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം. ആ ഒരു അളവിൽ വേണം നമ്മൾ ക്ലോത്തിൻ്റെ നീളം കണക്കാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ക്ലോത്ത് നമ്മൾ 2ആയി ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് ഇതുപോലെ അളവെടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ വീതി എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അതായത് നമ്മൾ എടുക്കുന്ന ഇലാസ്റ്റിക് ബാൻഡിൻ്റെ വീതി നോക്കുക. അതൊരു വശത്തേക്കാണ്. അതിൻ്റെ പിറകു വശത്തും നമുക്ക് ക്ലോത്ത് വേണം. അപ്പോൾ അതിൻ്റെ ഇരട്ടി. അപ്പോൾ 1.5 3 ഇഞ്ച്. ഇതിൻ്റെ കൂടെ നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി വേണം. അപ്പോൾ ടോട്ടൽ 4 ഇഞ്ചാണ് എടുക്കുന്നത്. അതായത് ഇലാസ്റ്റിക് ബാൻഡിൻ്റെ വീതിയുടെ ഇരട്ടിയും 1 ഇഞ്ച് തയ്യൽ തുമ്പും അങ്ങനെ വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതാ ഇതിനെ ഇതുപോലെ നല്ല വശങ്ങൾ ഒരുപോലെ വെച്ചിട്ട് സൈഡ് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. കണ്ടോ ഇപ്പോൾ നമ്മളിത് കറക്റ്റായി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്കേർട്ടുമായി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ നല്ല വശമാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ പീസിൻ്റെ നല്ല വശം നമ്മുടെ സ്കേർട്ടിൻ്റെ മോശം വശത്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് കറക്റ്റായിട്ട് നമുക്കിത് മുഴുവനായും റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിങ്ങൾ വലിച്ചിട്ടോ അല്ലെങ്കിൽ ഫ്രില്ലിട്ടിട്ടോ ഒന്നും സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. വളരെ സാവധാനം മൂവ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് മുഴുവനായും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ നമ്മളിത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതുപോലെ പുറത്തേക്ക് എടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കിതിനെ ഇതുപോലെ 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്യാം. എന്നിട്ടിതാ 1 ഇഞ്ച് മുഴുവനായും ഇതുപോലെ ഫോൾഡ് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്യുക. പിന്നെ സെൻറ്ററിൽ നിന്നും ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് പതുക്കെ മൂവ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെയും പറയാനുള്ളത് ഫോൾഡ് ചെയ്യുമ്പോൾ കൃത്യമായ അളവിൽ ഫോൾഡ് ചെയ്യുക. അതുപോലെ വലിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. വളരെ ശ്രദ്ധയോടുകൂടി
ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പൊളഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളിതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എൻഡിൽ വരുന്ന സമയത്ത് ഒരു 3 ഇഞ്ചോളം ഗ്യാപ്പ് നമ്മളിവിടെ വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇലാസ്റ്റിക് ബാൻഡ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, നമ്മളിപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇലാസ്റ്റിക് ബാൻഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇലാസ്റ്റിക് ബാൻഡിൻ്റെ നീളം എത്രയാണെന്ന് നമുക്ക് അറിയണ്ടേ, അതെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഇതേപോലെ പാൻറ്റിൻ്റെ ഈ ഒരു വശത്തെ അളവെടുക്കാം. 10 ഇഞ്ചാണ് കിട്ടുന്നത്. അതിൻ്റെ ഇരട്ടി വേണം നമുക്ക് 2 വശത്തേക്കും വേണ്ട. അപ്പോൾ 20 ഇഞ്ച്. ഈ 20 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് അടക്കം 21 ഇഞ്ച് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് വേണം. അങ്ങനെയാണ് എടുക്കുന്നത്. നിങ്ങൾ ഡയറക്റ്റ് ബോഡിയിൽ നിന്നാണ് അളവെടുക്കുന്നത് എങ്കിൽ അരവണ്ണം എത്രയാണോ കിട്ടിയത് അതിൽ നിന്നും ഒരു 3 ഇഞ്ച് കുറച്ചിട്ട് വേണം ഇലാസ്റ്റിക് ബാൻഡ് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇവിടെ നമ്മൾ പാൻറ്റിൽ നിന്നും എടുത്തത് കൊണ്ട് തന്നെ 1 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അത് രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കുക, മാറിപ്പോവരുത്. ബോഡിയിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ 3 ഇഞ്ച് കുറയ്ക്കുക, ഡ്രസ്സിൽ നിന്നാണ് അളവെടുക്കുന്നത് എങ്കിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടുക കേട്ടോ. ഇപ്പം നമ്മളിതാ ഒരു ഇലാസ്റ്റിക് ബാൻഡിന് ഇതുപോലെ സേഫ്റ്റി പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഗ്യാപ്പിലൂടെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് മറ്റേ സൈഡിലേക്ക് കൊണ്ടുവരിക കേട്ടോ. കണ്ടോ, ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് 2 സൈഡിലൂടെയും ഇലാസ്റ്റിക് ബാൻഡ് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു സൈഡ് കണ്ടോ, ഈ ഒരു സൈഡ് രണ്ടും വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. കണ്ടോ, ഇത് നമ്മളിപ്പോൾ കറക്റ്റായി യോജിപ്പിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ഈ ബാലൻസ് ഉള്ള ഭാഗം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ ഇതേപോലെ ഈ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത പോയിൻറ്റിൻ്റെ മുകളിൽ നമ്മുടെ ഫൂട്ട് വെക്കുക. എന്നിട്ട് കറക്റ്റായി വെച്ചതിന് ശേഷം 2 സൈഡിൽ നിന്നും നമുക്ക് ഇലാസ്റ്റിക് ബാൻഡ് വലിച്ച് പിടിച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതുപോലെ വലിച്ച് പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ സൂചി പൊട്ടിപ്പോവും. അപ്പോൾ 2 സൈഡിൽ നിന്നും നന്നായി വലിച്ചതിന് ശേഷം ഇലാസ്റ്റിക് ബാൻഡിൻ്റെ മുകളിലൂടെയാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റിച്ച് ചെയ്ത് പൂർത്തിയായി കഴിഞ്ഞാൽ തൊട്ട് താഴേക്ക് കണ്ടോ, ഇതേപോലെ തൊട്ട് താഴെ നമ്മൾ ഫൂട്ട് ക്രമീകരിക്കുക. അതിനുശേഷം വീണ്ടും അതേപോലെ വലിച്ചിട്ട് നമുക്കൊരു 3 സ്റ്റെപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നമ്മൾ കറക്റ്റായിട്ട് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പാൻറ്റും സ്കേർട്ടും ഒന്നിച്ചാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് സെപ്പറേറ്റ് ആക്കാനൊന്നും പറ്റില്ല, വളരെ കൃത്യമായി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. എന്നതോടൊപ്പം തന്നെ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ഫിനിഷിങ്ങും ഭംഗിയും ഉണ്ട് കേട്ടോ. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ലെഗിൻസിനോ അല്ലെങ്കിൽ വേറെ പാൻറ്റോ ഒന്നും നമ്മൾ ആ ഒരു സമയത്ത് നോക്കണ്ട, ഇതൊന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു ടോപ്പും അതിൻ്റെ ഓവർകോട്ടും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. വീഡിയോ രണ്ടും നിങ്ങൾ കാണുക, എന്നിട്ട് തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു മോഡേൺ ലുക്കും കൂടി ഉണ്ട് കേട്ടോ ഈ ഒരു ഡ്രസ്സിന്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലോത്ത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഒത്തിരി ടൈപ്പ് ക്ലോത്ത് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലോത്ത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. സ്റ്റാർട്ടിങ്ങിലാണ് നിങ്ങൾ, അതായത് ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ വീട്ടിലുള്ള ഓൾഡ് ഷോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാരിയോ എടുത്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അതിനുശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ടൈം പുതിയൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് വരും. അതുവരെ ബൈ, ടേക്ക് കെയർ.